ചപ്പാത്തിക്കുള്ള മാവ് എങ്ങനെ പെട്ടെന്ന് കുഴച്ചെടുക്കാം, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാമെന്നാണ്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിക്കുള്ള മാവ് കിട്ടിയാൽ തന്നെ അത് പരത്താനും നല്ല സൗകര്യമാണ്, ചുട്ടെടുത്താലും നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടുകയും ചെയ്യും. ദോശക്കുള്ള അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്ന മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം, ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട, വെറും പച്ചവെള്ളമാണിത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഉപ്പ് 1/4 ടീസ്പൂൺ ഇടാം. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടണം. നമ്മൾ വെള്ളം അളന്നെടുത്ത് സെയിം കപ്പിൽ തന്നെയാണ് ഗോതമ്പ് പൊടിയും അളന്നെടുക്കുന്നത്. ഇപ്പോൾ 250 ml കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിലും ആ സെയിം ഗ്ലാസ്സിൽ തന്നെ, വെള്ളം എടുക്കുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ വേണം ഗോതമ്പ് പൊടി അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 15 സെക്കൻഡ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ 15 സെക്കൻഡ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇടാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കൂടെ ഗോതമ്പ് പൊടി ഇടണം. ഇപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതേപോലത്തെ ഒരു മിക്സിയുടെ ജാറൊക്കെയാണ്, ഇതിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു ടൈമിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഗോതമ്പ് പൊടി ഇടരുത്. മിക്സിയുടെ ജാറിൻ്റെ പകുതി ലെവൽ വരെ ഗോതമ്പ് പൊടിയും വെള്ളവും ഇടാവുള്ളൂ. ഇപ്പോൾ കുറച്ചധികം മാവ് കുഴക്കണമെങ്കിൽ നമ്മൾ സെയിം അളവിലുള്ള വെള്ളവും ഗോതമ്പ് പൊടിയും ഇട്ടിട്ട് 2-3 ബാച്ചായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇട്ട ശേഷം വീണ്ടും ഒരു 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ അടിച്ചെടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിക്കുള്ള മാവാണ് കുഴച്ച് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ഓരോ ബ്രാൻഡ്, ചപ്പാത്തിയുടെ പൊടിയുടെ ഓരോ ബ്രാൻഡിൻ്റെ ആട്ടയുടെ വ്യത്യാസത്തിൽ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 10 സെക്കൻഡ് കൊണ്ട് ഒന്ന് അടിച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് അടിക്കുക. അതപ്പോൾ ഓരോ ബ്രാൻഡിനനുസരിച്ച് അത് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് അത് എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളമാണോ പൊടിയാണോ നോക്കിയിട്ട് അത് ചേർക്കുമ്പോൾ ഓരോരോ ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ വീതം അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ. എന്നിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റാണ്. ഒന്ന് കവർ ചെയ്തിട്ട് 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റ് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം.